അതെ അതെ ഇപ്പൊ എല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സിനിമ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൂടുതൽ കടന്നു വന്നപ്പോ സിനിമയിലും ഈ കോമഡി ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ബേർഡൻ ആയിട്ടില്ല. പക്രുചേട്ടന്റെ കൂടെയൊക്കെ അങ്ങനെയല്ലേ നിർത്തിയത്? അത് അവനെ കളിയാക്കി ബോഡി ഷെയിം ചെയ്തെന്ന് പറയും. എന്റെ സിസ്റ്റർ ഇപ്പൊ വിട്ടേക്ക ഭീഷണി ഇപ്പൊ മെസ്സേജ് വന്നേക്ക എന്നെ ബോഡി ഷെയിം ചെയ്യരുത് കേസ് കൊടുക്കുന്നു. അപ്പൊ ഇനി ഉണ്ടാവോ പക്രുചേട്ടന്റെ കൂടെ സിനിമയിലല്ലാതെ? സിനിമകളിലുണ്ടാവും, പക്ഷെ ആ വലിപ്പവും ചെറുപ്പവും വെച്ചിട്ട് നമ്മളൊരു കോമഡി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്റ്റേജിലൊരു ഇത് കിട്ടാൻ ഒരിക്കലും കാണാത്ത രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ രസമാണ്. ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേരെ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ തോന്നും. നിങ്ങളത് ആസ്വദിച്ചിട്ടല്ലേ ചെയ്തത് ശരിക്കും? അവനാണ് കോമഡിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്നുള്ളത്. ഇപ്പൊ ധർമ്മജം പിഷാരടി രണ്ടും രണ്ട് വ്യത്യസ്ത തലങ്ങളാണ്, രാത്രിയും പകലും പോലെയാണ്. അപ്പൊ ആ കോമ്പിനേഷൻസ് വിജയിക്കുന്നത് എന്താണ്? ആ രണ്ട് അൾട്ടിമേറ്റ് ആൾക്കാർ വന്ന് നിൽക്കുമ്പോഴാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, 10 പ്രാവശ്യം ആലോചിച്ചിട്ടൊക്കെ പറയണമെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്കിഷ്ടം ആലോചിക്കാതെ പറയുക, അതാണ് എൻ്റെ ഒരു ഫ്രീഡം. അല്ലെങ്കിൽ നമ്മൾ ഈ ചങ്കലൊക്കെ ഇട്ട പോലെ ഇരിക്കും. അതിപ്പോൾ എൻ്റെ ഫ്രീഡം ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ ഇറങ്ങി കയറുന്നത്, കയ്യിൽ നിന്ന് പോകും.